ഒരു ഹാർഡ് ഡിസ്ക് എങ്ങനെ റീഡ് ചെയ്യാം, അത് റീഡ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്താണ് ഹാർഡ് ഡിസ്ക് ഷോർട്ട് സ്ട്രോക്കിംഗ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ ചെറിയൊരു ഇൻട്രോ. ഈ SSD ഒക്കെ ഉള്ള ഈ കാലത്ത് ഈ ഹാർഡ് ഡിസ്ക് റൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാം. കാരണം രണ്ട് ഹാർഡ് ഡിസ്ക് വാങ്ങി റൈഡ് ചെയ്യുന്നതിലും കൂടുതൽ പെർഫോമൻസ് എന്തായാലും ഒരു SSD കിട്ടും, അത് നേരാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി രണ്ട് പഴയ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് റൈഡ് വഴി കൂട്ടാം. അത് എത്രത്തോളം കൂടും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ റൈഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹാർഡ്വെയർ റൈഡും ഉണ്ട്, സോഫ്റ്റ്വെയർ റൈഡും ഉണ്ട്. ഈ ഹാർഡ്വെയർ റൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മദർ ബോർഡിനകത്തൊരു റൈഡ് ചിപ്പ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോസ് വഴിയാണ് ഈ ഡിസ്ക് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, പിന്നുള്ളത് നമ്മുടെ വിൻഡോസിൻ്റെ ഡിസ്ക് മാനേജർ വഴി സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം എൻ്റെ മദർ ബോർഡിൽ റൈഡ് സപ്പോർട്ട് ചെയ്യില്ല ഹാർഡ്വെയർ ആയിട്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൈഡ് തന്നെ പല ടൈപ്പിൽ ചെയ്യാം. കാരണം റൈഡ് 0 ഉണ്ട്, റൈഡ് 1 ഉണ്ട്, 2, 3, 4, 5 അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ റൈഡ് 0 ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്ട്രൈപ്പ്ഡ് ഡിസ്ക് എന്ന് പറയും. ഈ റൈഡ് 0 വഴി നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് കൂടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. എൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 100 Mbps ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 1 GB ഫയൽ അതിലേക്ക് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഏകദേശം 10 സെക്കൻഡ് സമയമെടുക്കും. ഇനി നമ്മൾ രണ്ട് ഡിസ്ക് റൈഡ് 0-ൽ കോൺഫിഗർ ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ സേവ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടാണ് സേവ് ചെയ്യുക. അതായത് രണ്ട് ഹാർഡ് ഡിസ്കിലേക്കും കൂടി ഒപ്പരം രണ്ട് പാർട്ടായിട്ട് സേവ് ആവും. അതായത് ഇപ്പോൾ ഓരോ ഹാർഡ് ഡിസ്കിനും 100 Mbps സ്പീഡാണെങ്കിൽ ടോട്ടൽ 200 Mbps സ്പീഡിലാണ് ഈ ഫയൽ സേവ് ആവുക. അതുകൊണ്ട് നേരത്തെ 10 സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പം 5 സെക്കൻഡ് കൊണ്ട് ഈ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനോ റീഡ് ചെയ്യാനോ പറ്റും. ഇവിടെ ഈ ഡിസ്ക് 2-ഉം 3-ഉം ആണ് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും സെയിം ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ്. സെയിം അല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഡിഫറെൻറ്റ് സൈസുള്ള ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം റീഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഡിസ്കിൻ്റെ സൈസിൻ്റെ ഡബിൾ ആയിരിക്കും. ഇത് റീഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഓരോ ഡിസ്കിലും നിലവിൽ എത്ര പെർഫോമൻസ് കിട്ടുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഡിസ്ക് 3 നോക്കാം. ഇത് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ഞാനിത് ലാസ്റ്റ് ബാറിലേക്ക് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഡിസ്ക് 3ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന പെർഫോമൻസ്. ഇനി ഡിസ്ക് 2 നോക്കാം. ഇതും ഞാൻ ലാസ്റ്റിലേക്ക് സ്കിപ്പ് ചെയ്യാണ്. ഇതാണ് ഡിസ്ക് 2-ൻ്റെ പെർഫോമൻസ്. ഇനി ഈ രണ്ട് ഡിസ്കും കൂടി നമുക്ക് റൈഡ് ചെയ്ത എന്ത് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഡിസ്ക് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഡാറ്റ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇത് മൊത്തം ഫോർമാറ്റ് ആവും. ഈ ഡാറ്റ ഒന്നും ഇല്ല എന്ന് ഉറപ്പായ ശേഷം നമ്മൾ ഈ പാർട്ടീഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ട്രൈപ്പ്ഡ് വോളിയം എന്ന് കൊടുക്കുക. അതാണ് റൈഡ് 0-ന് ഉള്ള ഓപ്ഷൻ. അതിനുശേഷം ഡിസ്ക് 2-ഉം 3-യും നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട പാർട്ടീഷൻ്റെ സൈസ് കൊടുക്കാം. ഫുള്ള് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡിസ്കിൻ്റെ ഡ്രൈവ് ലെറ്റർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് കൊടുക്കുക, യെസ് കൊടുക്കുക.
ഇപ്പോൾ ഡിസ്ക് ഫോർമാറ്റ് ആവും. ഇത് നമ്മൾ ക്വിക്ക് ഫോർമാറ്റ് അല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാണ്. ഇപ്പോൾ ഫോർമാറ്റിംഗ് ഫിനിഷായി. ഏകദേശം 1.25 മണിക്കൂർ എടുത്തു ഇത് ഫിനിഷ് ചെയ്യാൻ. ഈ രണ്ട് ഡിസ്കും ഇപ്പോൾ ഒരു ഡൈനാമിക് പാർട്ടീഷനായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഇത് പാർട്ടീഷൻ എങ്ങനെയാണ് വന്നത് നോക്കാം. രണ്ട് 500 GB കൂടി ഒരൊറ്റ 930 MB ഒരു ഒറ്റ പാർട്ടീഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഏകദേശം ഡബിൾ പെർഫോമൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ടാസ്ക് മാനേജർ എടുത്തിട്ട് ഇതിൻ്റെ യൂസേജ് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, രണ്ട് ഡിസ്കും സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എത്ര റിസൾട്ട് ഉണ്ട് നോക്കാം. ഇതാണ് ടെസ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട്. റീഡ് റൈറ്റ് സ്പീഡ് ഏകദേശം ഡബിൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം മുമ്പത്തെ വാല്യൂയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസ്ക് 3ക്ക് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് 135 MB/s ആണ്. ഡിസ്ക് 2നാണെങ്കിൽ 119. ഇപ്പോൾ റീഡ് ചെയ്തതിന് ശേഷം 268 ആണ് റീഡ് സ്പീഡ്, മോർ ദാൻ ഡബിൾ. ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. ഇനി ഈ വാല്യൂ എങ്ങനെ മോർ ദാൻ ഡബിളായി എന്നൊരു സംശയം ഉണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഹാർഡ് ഡിസ്ക് ഷോർട്ട് സ്ട്രോക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഡിസ്ക് 2 ചെക്ക് ചെയ്തപ്പോൾ അതിൽ 2 പാർട്ടീഷൻ ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പാർട്ടീഷൻ, അതായത് പാർട്ടീഷൻ G, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഈ ഹാർഡ് ഡിസ്കിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തൊരു മാഗ്നറ്റിക് ഡിസ്ക്കാണ്, ഒരു സർക്കുലർ മാഗ്നറ്റിക് ഡിസ്ക്. അതിന് മുകളിലൊരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറങ്ങുക. ഇപ്പം നോർമൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഒരു 7200 RPM ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ പല ഹൈ കപ്പാസിറ്റി ഡ്രൈവിനും 5400 RPM ആണ്. അപ്പം ഈ ഡിസ്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറങ്ങുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിസ്കിൻ്റെ ടോപ്പ് പാർട്ട്, അതായത് ഔട്ടർ മോസ്റ്റ് പാർട്ട് നല്ല സ്പീഡിലായിരിക്കും കറങ്ങുക. പക്ഷേ അതിൻ്റെ ഇൻസൈഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് പാർട്ടിനെ കമ്പയർ ചെയ്ത് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഈ ഇന്നർ പാർട്ടിൽ ഡാറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റുന്നതിനേക്കാളും സ്പീഡിൽ ഈ ഔട്ടർ പാർട്ടിൽ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളൊരു ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഔട്ടർ മോസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന കുറച്ച് GB ഒരു പാർട്ടീഷനായും ഇന്നർ മോസ്റ്റ് വരുന്നത് വേറൊരു പാർട്ടീഷനായി വെക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് വേണ്ട ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് പെർഫോമൻസ് കൂടിയ ആ പോർഷനിൽ സേവ് ചെയ്യാനും, അതേസമയം അധികം പെർഫോമൻസ് വേണ്ടാത്ത ഫയൽസൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസൊക്കെ ഈ രണ്ടാമത്തെ പാർട്ടീഷനിലും വെക്കുക. ഈ പെർഫോമൻസ് കൂടിയ ഭാഗം കണ്ടുപിടിച്ച് അതിനെ പാർട്ടീഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷോർട്ട് സ്ട്രോക്കിംഗ് എന്ന് പറയാം. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് HD Tune Pro. ഇത് ഫ്രീ അല്ല, ട്രയൽ വേർഷനാണ്. അത് കുറച്ച് കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇത് സ്കാൻ ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ് ഒരു ഗ്രാഫായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഏകദേശം എത്ര GB വരെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഡിസ്ക് 2 ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഒരുപാട് സമയമെടുക്കും. ഈ ആപ്പ് ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഫസ്റ്റ് സെക്ടർ മുതൽ സ്കാൻ ചെയ്തിട്ട് ഓരോ ഇതിൻ്റെയും സ്പീഡ് നമുക്കിങ്ങനെ ഒരു ഗ്രാഫായിട്ട് കാണിച്ചു തരും. സ്പീഡ് ഒരു മാക്സിമത്തിൽ തുടങ്ങി ഗ്രാജ്വലി കുറഞ്ഞു വരുന്നത് നമുക്കിങ്ങനെ കാണാം.
സ്കാനിങ് ഏകദേശം തീർന്നു. സ്പീഡിൻ്റെ ഗ്രാഫിൻ്റെ ഒപ്പം തന്നെ അടിയിൽ റെസ്പോൺസ് ടൈമും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏകദേശം ഒരു 225 GB വരെ അത്യാവശ്യം ആക്സെപ്റ്റബിൾ പെർഫോമൻസ് ആണ്. ഒരു 125 MB/s വരെ കിട്ടുന്നുണ്ട്. പിന്നെ അതിനുശേഷം വളരെ വല്ലാണ്ട് സ്പീഡ് അങ്ങ് കുറയുന്നുണ്ട്. ഒരു 72 MB/s ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും മിനിമം സ്പീഡ്. ഇനി ഡിസ്ക് 3ൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട്. ഇത് നേരത്തെ പോലെ തന്നെ ഒരു 220 GB വരെ വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറഞ്ഞു വരികയാണ്. ഇതും ഏകദേശം ഫിനിഷായി. മാക്സിമം സ്പീഡ് ഒരു 129 MB/s ആണ് കിട്ടുന്നത്. മിനിമം ഒരു 64. ഡിസ്ക് 2നെ അപേക്ഷിച്ച് ഇത്തിരി സ്പീഡ് കുറവാണ്. അപ്പോൾ രണ്ട് ഡിസ്കിലും ഏകദേശം 225 GB വരെയാണ് നല്ല പെർഫോമൻസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 225 ഒരു 450 GB പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം റെയ്ഡിൽ. അതിന് മുന്നേ ആദ്യം നമ്മൾ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് റെയ്ഡ് പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യണം. കാരണം റെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഷ്രിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. സോ നമ്മൾ ആദ്യം ഈ പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു റെയ്ഡ് ഒരു 450 GB ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് രണ്ട് പാർട്ടീഷൻ്റെയും പെർഫോമൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റെപ്സൊക്കെ നേരത്തെ പോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ട്രൈപ്പ്ഡ് വോളിയം കൊടുക്കുക. പിന്നെ ആകെ വ്യത്യാസം ഇവിടെ ഈ സൈസ് സെലക്ട് ചെയ്യുന്നവിടെ നമുക്ക് വേണ്ട സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക് 3 ആഡ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. പിന്നെ പെർഫോം ക്വിക്ക് സ്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഫിനിഷ് ചെയ്യുക, യെസ് കൊടുക്കുക. ഈ ബാക്കിയുള്ള അൺഅലോക്കേറ്റഡ് സ്പേസും കൂടി വേറൊരു റെയ്ഡ് പാർട്ടീഷൻ ആക്കുക. സെയിം പ്രോസസ്സ് തന്നെ. ഈ സൈഡിലുള്ള റീഡിങ് നമ്മൾ ആദ്യം മൊത്തമായിട്ട് റൈഡ് ചെയ്തപ്പോഴുള്ള പെർഫോമൻസിൻ്റെ വാല്യൂ ആണ്. ഇനി നമുക്ക് ഓരോന്ന് ഈ രണ്ട് ഡ്രൈവും സെപ്പറേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എഫ് നമ്മുടെ പെർഫോമൻസ് കൂടിയ പാർട്ടീഷനാണ്. അതായത് ഡിസ്കിൻ്റെ ഔട്ടർ എഡ്ജിലേക്കുള്ള ഒരു 220 GB പാർട്ടീഷൻ. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ. ഇതിപ്പം നമ്മൾ നേരത്തെ ഫുള്ളായിട്ട് റൈഡ് ചെയ്തപ്പോഴുള്ള സിമിലർ വാല്യൂ തന്നെയാണ് കിട്ടിയത്. കാരണം നേരത്തെയും ഏകദേശം ഈ പോർഷനിൽ തന്നെ ആയിരിക്കും റീഡ് റൈറ്റ് ടെസ്റ്റ് നടന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് ജി ഡ്രൈവിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇതാണിപ്പോൾ ജി ഡ്രൈവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. ഇതിപ്പോൾ നേരത്തെ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 40 MBPS ഒരു കുറവ് നമുക്ക് കാണാം. അത് ഈ ഡാറ്റ ഡിസ്കിൻ്റെ ഇൻസൈഡ് പോർഷനിലേക്ക് ആയതുകൊണ്ടാണ് ആ കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്ത എല്ലാം സിന്തറ്റിക് ടെസ്റ്റുകളാണ്. അതായത് ഒരു തിയററ്റിക്കൽ മാക്സിമം പെർഫോമൻസ് എത്ര കിട്ടും എന്നുള്ളതാണ് ഈ വാല്യൂസ് എല്ലാം കാണിക്കുന്നത്. പക്ഷേ നമുക്കൊരു റിയൽ വേൾഡ് പെർഫോമൻസ് എത്ര ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് GTA 5 ഒരു സാധാ ഡിസ്കിലും അതുപോലെ ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയ റൈഡ് ചെയ്ത ഷോർട്ട് സ്ട്രോക്ക് ചെയ്ത എഫ് ഡ്രൈവിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലോഡിംഗ് ടൈം ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ടൈമിംഗ്. ഒരു 21 സെക്കൻഡ്സ് ഡിഫറൻസ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത്. അതൊരു മോശമില്ലാത്ത ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നേരത്തെ മാതിരി ഒരു ഡബിൾ ഇമ്പ്രൂവ്മെൻ്റ് എന്താ കിട്ടാത്തതെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു ആപ്ലിക്കേഷനല്ലേ ലോഡ് ചെയ്തത്. നേരത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില ഒരു 1 GB സോളിഡ് ഫയലായിരിക്കും നമ്മൾ റീട്രേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ആകുമ്പം ഒരുപാട് ചെറിയ ചെറിയ ഫയൽസ് ആയിരിക്കും ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഈ റാൻഡം റീട്രേറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഒരു SSD ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് കാണാം. കണ്ടോ, ഒരു വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. അപ്പം ഒരു ഹാർഡ് ഡിസ്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പം 2-3 അടുത്ത് റൈഡ് ചെയ്തിട്ട് ഈ ഓവറോൾ റീട്രൈറ്റ് പെർഫോമൻസ് വേണമെങ്കിൽ ഒരു പറഞ്ഞ ഒരു 561 എത്തിക്കാം. ബട്ട് ആ താഴത്തുള്ള ആ റാൻഡം റീട്രൈറ്റ് പെർഫോമൻസ് ഒരിക്കലും നമ്മുടെ കൂടെ എത്താൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ആരും പുതിയതായിട്ടൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ട് ഇപ്പോൾ പെർഫോമൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയതായിട്ടൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ട് ഇത് റൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു SSD വാങ്ങുന്നതാണ് നല്ലത്. ബട്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് റൈഡ് ചെയ്യാം. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റൈഡ് ചെയ്തുകൊണ്ട് ഡാറ്റ സ്ട്രൈപ്ഡ് ആയിട്ടായിരിക്കും സേവ് ചെയ്യുക. അതുകൊണ്ട് ഒരു ഡിസ്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ഡാറ്റയും പോകും. ഡാറ്റ പോവാതെ സ്ട്രൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ RAID 5 ചെയ്യണം. അതിൽ ഡിസ്ക് സ്ട്രൈപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു ഡിസ്ക്, ഒരു പാരിറ്റി ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഡിസ്ക് കൂടി ഉണ്ടാവും ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ 3 ഡിസ്ക് വേണ്ടി വരും. അതും വേണമെങ്കിൽ നമുക്ക് ഡിസ്ക് മാനേജർ ഉപയോഗിച്ചിട്ട്, വിൻഡോസിൻ്റെ ഡിസ്ക് മാനേജർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.